ഹായ് ഓൾ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് തിയറി, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോർമുലാസ് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0. ഇവിടെ a b c എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സ് ആണ്. എയുടെ വാല്യൂ എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. എയുടെ വാല്യൂ എപ്പോഴും നോട്ട് ഈക്വൽ ടു 0 ആണ്. ബിയും സിയും 0 ആകാം. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് എന്താണ്? ax² + bx + c = 0, വേർ a b c എന്ന് പറയുന്ന റിയൽ നമ്പർ ആണ്. എയുടെ വാല്യൂ 0 ആകാൻ പാടില്ല. അതായത് ഹയസ്റ്റ് പവർ 2 വരുന്ന ടൈപ്പ് ഓഫ് ഇക്വേഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളൂ. 2x² + x - 300 = 0. ഇതെന്താണ് നമ്മുടെ ബേസിക് ഫോം? ax² + bx + c = 0. അതിന് സിമിലർ ആണല്ലോ. ഇതിന്റെ ഈ ഒരു ഇക്വേഷന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. അപ്പൊ ഹയസ്റ്റ് പവർ 2 വരുന്ന ടൈപ്പ് ഓഫ് ഇക്വേഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയാം. അപ്പൊ 2x² + x - 300 = 0 is an example of quadratic equation. Similarly, വേറൊരു ഇക്വേഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. Then 4x - 3x² + 2 = 0. Again, ഈ ഒരു ഇക്വേഷന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 തന്നെയാണ്. സോ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എക്സാമ്പിൾ ആണ്. Then 1 - x² + 300 = 0. 1 + 300 എന്ന് പറയുമ്പോൾ 301 - x² = 0 എന്ന് പറയും. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ബിയുടെ വാല്യൂ ഇവിടെ 0 ആയിപ്പോയി. ബിയുടെ വാല്യൂ 0 ആയാലും കുഴപ്പമില്ല. ഹയസ്റ്റ് പവർ 2 വരുന്നുണ്ട്. അപ്പൊ ഹയസ്റ്റ് പവർ 2 വരുന്ന ടൈപ്പ് ഓഫ് ഇക്വേഷനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസിക് ഫോം എന്താണ്? ax² + bx + c = 0 ആണ്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്ര നമ്പർ ഓഫ് റൂട്ട്സ് ഉണ്ട്? ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 നമ്പർ ഓഫ് റൂട്ട്സ് ആണ് വരുന്നത്. അപ്പൊ റൂട്ട്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല നോക്കാം. റൂട്ട്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് x = -b ± (b² - 4ac/2a). ഈ b² - 4ac എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ b² - 4ac-ക്ക് ഒരു പേരുണ്ട്. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിസ്ക്രിമിനന്റ്. ഡിസ്ക്രിമിനന്റ് എന്നും പറയാൻ സാധിക്കും. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0. അതിന്റെ റൂട്ട്സ് 2, ഹയസ്റ്റ് പവർ 2 ആണ്. സോ അതിന് 2 റൂട്ട്സ് ആണ് വരുന്നത്. റൂട്ട് കണ്ടുപിടിക്കേണ്ട ഫോർമുല -b ± (b² - 4ac/2a). അപ്പൊ ഈ b² - 4ac എന്ന് പറയുന്ന ടേം ആണ് എന്ത്? ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ വെച്ചിട്ട് നമ്മുടെ റൂട്ട്സിന്റെ നേച്ചർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിമിനന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ഈ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, ഈക്വൽ ടു 0 ആണോ, അതനുസരിച്ച് നമ്മുടെ റൂട്ട്സിന്റെ നേച്ചറിന് വ്യത്യാസം വരും. അതായത് നമ്മുടെ റിയൽ റൂട്ട് ആണോ, കോംപ്ലക്സ് റൂട്ട് ആണോ, ഈക്വൽ റൂട്ട്സ് ആണോ ഒക്കെ വരുന്നത് നമുക്ക് എന്താണ്? ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പം b² - 4ac-യുടെ വാല്യൂ പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എത്ര റൂട്ട് കിട്ടും? ഇവിടെ തന്നെ b² - 4ac ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് 2 ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട് അല്ലേ വരുന്നത്. ആദ്യത്തെ റൂട്ട് എന്താ? -b/2a + (b² - 4ac/2a) എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ റൂട്ട്. അത് നമുക്ക് ആൽഫ എന്ന് പറയാം. ഇനി നമ്മുടെ രണ്ടാമത്തെ റൂട്ട് എന്താണ്? -b/2a - (b² - 4ac/2a) അതെന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് റൂട്ട്. അതിനെ ബീറ്റ എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ 2 നമ്മളെ നേച്ചർ ഓഫ് റൂട്ട്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്ന. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കി -b ± (b² - 4ac/2a). ഡിസ്ക്രിമിനന്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 2 ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് കിട്ടും. ആദ്യത്തെ റൂട്ട് -b/2a + (b² - 4ac/2a) ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? -b/2a √ (b² - 4ac/2a) എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ b² - 4ac, ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്
സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ഈക്വൽ ടു 0 വരെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ ഈ ഒരു ടേം 0 ആയിപ്പോയി. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആയിപ്പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താ ഉള്ളത്? മൈനസ് ബി ബൈ 2a ആണ്. അപ്പൊ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രണ്ട് റൂട്ടും തുല്യമാണ്. മൈനസ് ബി ബൈ 2a ആയിരിക്കും നമുക്ക് കിട്ടുന്ന റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസിക് ഫോം ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? b² മൈനസ് 4ac ആണ് എന്ത്? ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത്. ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരെയാണ്. ഡിസ്ക്രിമിനന്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരെയാണെങ്കിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ റൂട്ട് കിട്ടും. ആദ്യത്തെ റൂട്ട് നമ്മൾ പറഞ്ഞു മൈനസ് ബി ബൈ 2a സ്ക്വയർ റൂട്ട് ഓഫ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2aയും ദെൻ മൈനസ് ബി മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അങ്ങനെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് വരും. ഇനി ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഈക്വൽ ടു 0. ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ 0 ആകുമ്പോൾ രണ്ട് ഈക്വൽ റിയൽ റൂട്ട്സ് കിട്ടും. എന്താണ്? മൈനസ് ബി ബൈ 2a എന്ന് കിട്ടും. ഇനി ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് റിയൽ റൂട്ട് ഉണ്ടായിരിക്കത്തില്ല. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എപ്പോഴും രണ്ട് റൂട്ട് ഉണ്ടായിരിക്കും. ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ലെസ് ദാൻ 0 വരെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് റൂട്ട്സ് ആയിരിക്കും. അത് എപ്പോഴും കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർ ആയിട്ടായിരിക്കും ഒക്കർ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫോർമുല ഫോർ റൂട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു ബേസിക് ഫോം എന്ന് പറയുന്നത് എന്താണ്? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇത് വെച്ചിട്ട് നമുക്ക് രണ്ട് റൂട്ട്സ് ഉണ്ട്. എക്സിന്റെ വാല്യൂ എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പൊ ആദ്യത്തെ റൂട്ടിനെ നമ്മൾ ആൽഫ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം, രണ്ടാമത്തെ റൂട്ടിനെ ബീറ്റ വെച്ച് ഡിനോട്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ ആൽഫ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? മൈനസ് ബി പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ആൻഡ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോഎഫിഷ്യൻസ് ആൻഡ് റൂട്ട്. അപ്പൊ ഈ കോഎഫിഷ്യൻസും റൂട്ട്സും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസിക് ഫോം നമുക്കറിയാം. എന്താണ്? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പറഞ്ഞു രണ്ട് റൂട്ട്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ഒരു റൂട്ടിനെ ആൽഫ വെച്ചും ഡിനോട്ട് ചെയ്യാം, മറ്റേ റൂട്ടിനെ ബീറ്റ വെച്ചിട്ടും ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് സം ഓഫ് റൂട്ടും പ്രോഡക്റ്റ് ഓഫ് റൂട്ടും ഒക്കെ കണ്ടുപിടിക്കാം. ഇതൊക്കെ പല എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയയാണ്. അപ്പൊ ഓർത്തിരിക്കുക, സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ. നമുക്ക് സം ഓഫ് റൂട്ട്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സം ഓഫ് റൂട്ട്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അതായത് മൈനസ് ബി ബൈ എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് റൂട്ട്സ് കിട്ടും. ഇനി അടുത്ത പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണ്. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ആൽഫ ഇൻറ്റു ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? സി ബൈ എ. സി ബൈ എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്റ്റ് ഓഫ് റൂട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ബേസിക് ഫോം ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അതിന്റെ റൂട്ട്സ് നമ്മൾ ആൽഫയും ബീറ്റയും വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. സം ഓഫ് റൂട്ട് ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? മൈനസ് ബി ബൈ എയും പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ആൽഫ ബീറ്റ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? സി ബൈ എയും ആണ്. ഇനി എന്താണ്? ഇനി വരുന്ന നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ തന്നെ ഒന്നും കൂടെ ഒരു ടേബിളിൽ നിങ്ങൾ നല്ല രീതിയിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. ഡിസ്ക്രിമിനന്റ്. അപ്പൊ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ എന്താണ്? b² മൈനസ് 4ac. പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണ്? നിങ്ങൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഓർത്തിരുന്നെങ്കിൽ നമുക്ക് ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്യാം. അപ്പൊ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് എന്താണ്? b² മൈനസ് 4ac. അപ്പൊ ഡിസ്ക്രിമിനന്റിന്റെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ റൂട്ട്സിന്റെ നേച്ചർ ഡിറ്റർമിൻ ചെയ്യാം. അപ്പൊ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ റൂട്ട് എന്തായിരിക്കും? റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആയിരിക്കും. ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ രണ്ട് റൂട്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മുടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് പ്രോബ്ലംസിലോട്ട് കിടക്കാം. നമുക്ക് ഇത് ബേസ് ചെയ്ത് ഇത്രയും നേരം നമ്മൾ കുറച്ച് തിയറി നോക്കിയല്ലോ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് x² ഈക്വൽ ടു 0 ഹാസ് നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഈക്വൽ ടു. എത്ര നമ്പർ ഓഫ് റിയൽ റൂട്ട്സ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളണം. എത്ര നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഉണ്ട് എന്നാണ്, കോംപ്ലക്സ് അല്ല. എത്ര നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഉണ്ട് എന്നാണ്
എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ് പ്ലസ് 1 the whole square minus x square equal to 0. അതിന് എത്ര നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഉണ്ട്? അപ്പൊ ഇത് ഏത് ഫോർമുല വരുന്നത്? എക്സ് പ്ലസ് 1 the whole square എന്ന് പറയുമ്പോൾ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമുല ആണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ് അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. ഇതിൽ നിന്ന് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ കട്ടായി പോവും. പിന്നെ എന്താ ഉള്ളത്? 2x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഈ പ്ലസ് 1 റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുമ്പോൾ മൈനസ് 1 വരും. ഇൻറ്റു 2 വരുമ്പോൾ എന്ത് വരും? ഡിവൈഡഡ് ബൈ 2. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനിൽ ആകെപ്പാട് ഒരു റിയൽ റൂട്ട് മാത്രമല്ലേ ഉള്ളൂ. അതെന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എത്ര നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഈ തന്നിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്? അപ്പൊ എത്രയാണ് ഉള്ളത്? ആകെപ്പാട് ഒരു റിയൽ റൂട്ടേ ഉള്ളൂ. അപ്പം ഓപ്ഷൻ എ ആണ് എന്ത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ എത്ര നമ്പർ ഓഫ്, നേരത്തെ പോലത്തെ സിമിലർ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിനെ നമുക്ക് എത്രയും പെട്ടെന്ന്, നമുക്ക് പരീക്ഷയ്ക്ക് വളരെ ചുരുങ്ങിയ സമയമുള്ളൂ, ആ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കണം. അപ്പൊ ആ ഒരു രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ 3 into x square plus 1/x square minus 2 into x plus 1/x plus 5 equal to 0 ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ എന്താ, നമുക്ക് എത്ര നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇതെന്ന് പറയുന്ന ഏത് ഫോർമുല കിടക്കുന്നത്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന ഫോർമുലയാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 2ab ആണ് അല്ലെ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന എക്സും ബി എന്ന് പറയുന്ന 1/x ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫോർമുല അതിനെ ആദ്യമേ റെപ്രസെന്റ് ചെയ്യാം. 3 into എ എന്ന് പറയുന്ന എക്സ് അല്ലെ. അപ്പൊ എക്സ് പ്ലസ് 1/x the whole square minus 2ab. 2 into a എക്സും b 1/x ആണ് വരുന്നത്. ഇനി മൈനസ് അടുത്ത ടേം എന്താ? മൈനസ് 2 into എക്സ് പ്ലസ് 1/x പ്ലസ് 5 ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ നമുക്ക് ഈ എക്സും കൂടെ ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് എന്താ? എക്സ് പ്ലസ് 1/x രണ്ട് സ്ഥലത്തുണ്ട്. അത് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് കൊടുക്കാം? എക്സ് പ്ലസ് 1/x ഒരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ t എന്ന് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 into എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? t സ്ക്വയർ എന്ന് വരും. മൈനസ് 2 ഇനി മൈനസ് 2 into എക്സ് പ്ലസ് 1/x ടി എന്ന് വരും. പ്ലസ് 5 ഈക്വൽ ടു 0. അപ്പൊ ഇക്വേഷൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ സിംപ്ലിഫൈഡ് ആയല്ലോ. 3 into ടി സ്ക്വയർ മൈനസ് 2 മൈനസ് 2t പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് വരും. ഇനി നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3t സ്ക്വയർ മൈനസ് 6 മൈനസ് 2t പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. 3t സ്ക്വയർ മൈനസ് 2t ഇനി മൈനസ് 6 പ്ലസ് 5 എന്ന് പറയുന്ന മൈനസ് 1 ആണല്ലോ. അപ്പൊ നമുക്ക് ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ഇക്വേഷനിലോട്ട് വന്നു. 3t സ്ക്വയർ മൈനസ് 2t മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് റൂട്ട്സ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യത്തെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? മൈനസ് ബി. നമ്മുടെ ഫോർമുല എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ആണ്. അപ്പൊ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ബി എന്ന് പറയുന്ന മൈനസ് 2 ആണ്. അപ്പൊ മൈനസ് ബി എന്ന് പറയുമ്പോൾ പ്ലസ് 2 വരും. 2 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ മൈനസ് 4ac 4 ഇൻറ്റു ഇവിടെ എ എന്ന് പറയുന്ന 3 ആണ്, സി എന്ന് പറയുന്ന മൈനസ് 1 ആണ് അല്ലെ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ബൈ 2a. 2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? 3. നമ്മൾ കമ്പയർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ജനറൽ ഫോമുമായിട്ടാണ്. ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ് നമ്മുടെ ജനറൽ ഫോം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ എയുടെ വാല്യൂ 3 എന്ന് കിട്ടും, ബിയുടെ വാല്യൂ മൈനസ് 2 എന്ന് കിട്ടും, സിയുടെ വാല്യൂ മൈനസ് 1 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഈ ഇക്വേഷനിൽ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് ഓർ മൈനസ് 4/6. അതായത് ആദ്യത്തെ വാല്യൂ എന്ത് കിട്ടും? 2 പ്ലസ് 4 എന്ന് പറയുന്ന 6 ആണല്ലോ. 6/6 1 എന്ന് കിട്ടും. 2 മൈനസ് 4 എന്ന് പറയുന്ന മൈനസ് 2 ആണ്. അപ്പൊ മൈനസ് 2/6 ദാറ്റ് ഇസ് മൈനസ് 1/3 എന്ന് കിട്ടും. അപ്പൊ രണ്ട് റൂട്ടും കിട്ടി. നമുക്ക് ടിയുടെ വാല്യൂ ആണോ വേണ്ടത്? ടീനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുത്തതാണ്. എക്സ് പ്ലസ് 1/x ആണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് അതിലോട്ട് തിരിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്
ചെയ്ത് നോക്കാം. അപ്പൊ എക്സ് പ്ലസ് 1/x ഈക്വൽ ടു ആണ് ടി. അപ്പൊ ടിക്ക് രണ്ട് വാല്യൂ ആ കിട്ടിയത്, ടി ഈക്വൽ ടു 1 കിട്ടി, ടി ഈസ് ഈക്വൽ ടു -1/3 കിട്ടി. അപ്പൊ ടി 1 ആവുന്ന സമയത്ത് നമ്മുടെ എക്സ് പ്ലസ് 1/x ന്റെ എന്തുവാ, എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു 1. അപ്പൊ അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ഇനി നമുക്ക് എത്ര റിയൽ റൂട്ട്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇക്വേഷന്റെ അകത്ത് ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിയൽ റൂട്ട് ആണോ കോംപ്ലക്സ് റൂട്ട് ആണോ എന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഡിസ്ക്രിമിനന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ ഈക്വൽ ടു 0 ആണോ ലെസ് ദാൻ 0 ആണോ നോക്കാം. അപ്പൊ ഡിസ്ക്രിമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഈ പർട്ടിക്കുലർ ഇക്വേഷന്റെ ഡിസ്ക്രിമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഡിസ്ക്രിമിനന്റ് എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ആണ് ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ നമ്മളെ ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക, ax സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ എയുടെ വാല്യൂ 1 എന്ന് കിട്ടും, ബിയുടെ വാല്യൂ -1 എന്ന് കിട്ടും, സിയുടെ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, -1 ദ ഹോൾ സ്ക്വയർ മൈനസ് 4 × 1 × 1. അപ്പൊ നമുക്ക് -3 എന്ന് കിട്ടും. -3 എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ 0 ആണ്. അപ്പോഴേ നമുക്ക് പറയാം അവിടെ റിയൽ റൂട്ട് ഇല്ല, കോംപ്ലക്സ് റൂട്ട് ആണ്. ഇനി അടുത്ത ഇക്വേഷൻ എന്താ, എക്സ് പ്ലസ് 1/x ഇസ് ഈക്വൽ ടു -1/3. അഗൈൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു -1/3 എന്ന് കിട്ടും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x സ്ക്വയർ പ്ലസ് 3 ഈക്വൽ ടു -x. ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, 3x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് -35 എന്ന് കിട്ടും. അത് അഗെയിൻ ലെസ് ദാൻ 0 ആണ്. ആദ്യത്തെ കണ്ടുപിടിക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്താണ്, റിയൽ റൂട്ട്സ് ഇല്ല, കോംപ്ലക്സ് റൂട്ട്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ക്വസ്റ്റ്യന്റെ നമുക്ക് എന്തായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ആണ്. അപ്പൊ ഇവിടെ റിയൽ റൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ, അപ്പൊ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്പർ ഓഫ് റിയൽ റൂട്ട്സ് നമുക്ക് എത്രയെന്ന് പറയാം, 0 എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തന്നുകൊണ്ടാണ് ഒരുപാട് സമയം എടുത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് ഓഫ് 100x square minus 20x plus 1 equal to 0. അപ്പൊ റൂട്ട്സ് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഏത് ഡയറക്റ്റ് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാം, അതല്ല എങ്കിൽ എന്താ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ടും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ax square plus bx plus c equal to 0 ആണ് നമ്മുടെ ജനറൽ ഫോം. ക്വാഡ്രാറ്റിക് ഫോർമുല എന്താ, -b plus or minus square root of b square minus 4ac ഡിവൈഡഡ് ബൈ 2a ആണ്. അപ്പൊ ആ ഒരു ഫോർമുല വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിന്റെ റൂട്ട് കണ്ടുപിടിക്കാമല്ലോ. -b, ഇവിടെ എയുടെ വാല്യൂ എന്താ, എയുടെ വാല്യൂ 100 ആണ്, ബിയുടെ വാല്യൂ -20 ആണ്, സിയുടെ വാല്യൂ ഈക്വൽ ടു 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, -b എന്ന് പറയുമ്പോൾ 20 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ ചെയ്യുമ്പോൾ 400 വരും, മൈനസ് 4ac, 4 × 1 × 100 ദാറ്റ് ഈസ് 400 ഡിവൈഡഡ് ബൈ 2a. 2 × a എത്രയാ 100, അപ്പൊ 200 എന്ന് കിട്ടും. ഇത് 0 ആയിപ്പോ. 20/200 അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1/10 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ റൂട്ട് എന്താ, ഈക്വൽ റൂട്ടാ. ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു 0 ആയപ്പോ തന്നെ എന്താ നമുക്ക് മനസ്സിലായി, ഈക്വൽ റൂട്ട്സ് ആണ് വരുന്നത്. 1/10 and 1/10 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ റൂട്ട് ഓഫ് 100x square minus 20x plus 1 equal to 0. അതിന്റെ റൂട്ടിന്റെ വാല്യൂ എത്രയാ, 1/10 and 1/10 ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് ദ റൂട്ട്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഈക്വൽ ടു 0 ആർ ഈക്വൽ, ദെൻ ദ വാല്യൂ ഓഫ് പി സ്ക്വയർ ഈക്വൽ ടു ക്യൂ ആണ് കണ്ടുപിടിക്കണം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, റൂട്ട് ഈക്വൽ ആണെന്ന്. എപ്പോഴാണ് റൂട്ട് ഈക്വൽ ആകുന്നത്, കണ്ടീഷൻ എന്താ, ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു 0. ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു 0 ആകുമ്പോഴല്ലേ നമ്മുടെ റൂട്ട്സ് ഈക്വൽ ആവുന്നത്. ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് എന്താണ്, ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആവുമ്പോഴാണ് എന്ത്, റൂട്ട്സ് ഈക്വൽ ആവുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ആണ് നമ്മുടെ ഇക്വേഷന്റെ ജനറൽ ഫോം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എയുടെ വാല്യൂ ഈക്വൽ ടു 1 എന്ന് പറയാം, ബിയുടെ വാല്യൂ ഈക്വൽ ടു p എന്ന് പറയാം, സിയുടെ വാല്യൂ ഈക്വൽ ടു q എന്നും പറയാം. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും,
ബി സ്ക്വയർ മൈനസ് 4ac. അപ്പം നമുക്ക് എന്തെന്ന് കിട്ടും? പി സ്ക്വയർ മൈനസ് 4ac. 4ac എന്ന് പറയുമ്പോൾ 4 into q ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ പി സ്ക്വയർ മൈനസ് 4q ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൽ നിന്ന് പി സ്ക്വയർ ഈക്വൽ ടു 4q എന്ന് വരും. ഇനി നമുക്ക് എന്താ വേണ്ടത്? പി സ്ക്വയർ ഈസ് ടു ക്യൂയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുക. അപ്പൊ ഈ ക്യൂ പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ പി സ്ക്വയർ ബൈ ക്യൂ ഈക്വൽ ടു 4/1 എന്ന് കിട്ടും. അതായത് നമുക്ക് പി സ്ക്വയർ ഈസ് ടു ക്യൂ ഇസ് ഈക്വൽ ടു 4:1 എന്ന് കിട്ടും. 4:1. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 4:1 ആണ് ഈ 4ാമത്തെ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² മൈനസ് 8x പ്ലസ് 15 ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? റൂട്ട്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാൻ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താ? x² മൈനസ് 8x പ്ലസ് 15 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ റൂട്ടിന്റെ രീതിയിൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? x² മൈനസ് sx പ്ലസ് p ഈക്വൽ ടു 0. അതായത് ഇതെന്ന് പറയുന്ന സം ഓഫ് റൂട്ട്സും ഇത് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. ഇപ്പൊ നമുക്ക് റൂട്ട് മാത്രം തന്നിട്ടുണ്ട്, ആൽഫ ബീറ്റ എന്നുള്ള റൂട്ട് മാത്രം തന്നിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ജനറൽ ഫോം? x² മൈനസ് സം ഓഫ് റൂട്ട്സ് പ്ലസ് പ്രോഡക്റ്റ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ സം ഓഫ് റൂട്ട് ദാറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം? 8 എന്നും പറയാം. പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ദാറ്റ് ഈസ് ആൽഫ ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 15 എന്നും പറയാം. അപ്പൊ നമുക്ക് എന്താണ്? രണ്ട് റൂട്ട് അത് ഏതാണ് നമുക്കറിയില്ല. രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 15ഉം കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 8ഉം കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ പറഞ്ഞുകൂടെ ഇതിൽ ഏത് ഓപ്ഷനാ? 5ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 + 3 ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 8ഉം കിട്ടും, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 15ഉം കിട്ടും. അപ്പൊ നമുക്ക് ഷോർട്ട് കട്ടിൽ എന്താ? ബൈ ഓപ്ഷൻ തന്നെ അത് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി 5,3 ആണ്. ഇനി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇഫ് വൺ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ, നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട് എന്താണ്? 4x² മൈനസ് 2x പ്ലസ് k മൈനസ് 4 ഈക്വൽ ടു 0 ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് അതർ ദ വാല്യൂ ഓഫ് k. അതായത് ഒരു റൂട്ടിന്റെ റെസിപ്രോക്കൽ ആണ് അടുത്ത റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? ആദ്യത്തെ റൂട്ട് ആൽഫ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/α. അപ്പൊ ഇഫ് ദ വൺ ഓഫ് ദ റൂട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് അതർ റൂട്ട് ദെൻ വി നീഡ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ. അപ്പൊ നമുക്ക് എന്താണ്? ആൽഫയും 1/α. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആൽഫ ഇൻറ്റു 1/α. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഉണ്ട്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? c/a ആണ്. അപ്പം ഇവിടെ c എന്ന് പറയുന്നത് k മൈനസ് 4ഉം a എന്ന് പറയുന്ന 4ഉം ആണല്ലോ. a is equal to 4, b is equal to -2, c is equal to k minus 4. അപ്പം c/a that is k minus 4 the whole divided by 4 എന്ന് കിട്ടും. ഈ ആൽഫയും കൂടെ കട്ടാകുമ്പോൾ നമുക്ക് എന്ത് വരും? k minus 4 is equal to 4 and k is equal to 8. അപ്പൊ k യുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 8. That is option B is the correct answer. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. If alpha and beta are the roots of the equation, തന്നിട്ടുള്ള ഇക്വേഷന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ആൽഫ ആൻഡ് ബീറ്റ എന്ന ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആൽഫ റേസ് ടു 3. ഇത് കാണുമ്പോൾ തന്നെ ചിലർ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യും. അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ആൽഫ റേസ് ടു 3 ബൈ ബീറ്റ റേസ് ടു 5 the whole raised to 1/8 പ്ലസ് ബീറ്റ റേസ് ടു 3 പ്ലസ് ബൈ ആൽഫ റേസ് ടു 5 the whole raised to 1/8. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആൽഫയും ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് എന്താണ്? x² മൈനസ് 64x പ്ലസ് 256 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇതെന്ത് ഫോർമുല? x² മൈനസ് സമ്മോ പ്ലസ് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 എന്ന ഫോർമുല. അപ്പൊ സം ഓഫ് റൂട്ട് ആൽഫ പ്ലസ് ബീറ്റ ആണ് സം ഓഫ് റൂട്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 64ഉം ആൽഫ ബീറ്റ പ്രോഡക്റ്റ് ഓഫ് റൂട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 256 എന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആദ്യമേ എടുത്തെഴുതാം. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. a raised to m the whole raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to m into n ആണല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ റേസ് ടു 3/8. 3 into 1/8 3/8 ആണല്ലോ. ഇനി അടുത്തത് ബീറ്റ റേസ് ടു 5 into 1/8 5/8 എന്നും കിട്ടും. പ്ലസ് ഇനി ബീറ്റ റേസ് ടു 3 into 1/8 3/8 എന്നും 5 into 1/8
5/8 എന്നും കിട്ടും. ഇനി നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തേ അപ്പൊ എങ്ങനെ വരും? ആൽഫ റേസ് ടു 3/8 ഇൻറ്റു ആൽഫ റേസ് ടു 5/8 പ്ലസ് ബീറ്റ റേസ് ടു 3/8 into beta raised to 5/8 whole divided by alpha beta the whole raised to 5/8 എന്ന് വരും. നമുക്ക് അറിയാം a raised to m into a raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to m plus n ആണ്. അപ്പൊ 3/8 plus 5/8 എന്ന് പറയുമ്പോൾ എന്താണ്? ആൽഫ raised to 8/8 എന്ന് വരും. 8/8 എന്ന് പറയുന്ന 1 അല്ലേ? അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? ആൽഫ പ്ലസ് 3/8 plus 5/8 that is 8/8 again which is equal to 1. അപ്പൊ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ the whole raised to 5/8. ഇപ്പൊ കുറച്ചും കൂടെ സിമ്പിൾ ആയില്ലേ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ നമുക്ക് അറിയാം അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 64 ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ 256 the whole raised to 8 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ 256 the whole raised to 256 the whole raised to 5/8. 256 the whole raised to 5/8 എന്ന് വരും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 64 ഡിവൈഡഡ് ബൈ 256 എന്ന് പറയുന്ന 2 raised to 8 അല്ലേ? അപ്പൊ 2 raised to 8 the whole raised to 5/8 ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആവും. അപ്പൊ 64 ഡിവൈഡ് ബൈ 2 raised to 5 എന്ന് പറയുന്നത് 32 ആണ് അല്ലെ? അപ്പൊ 64/32 ക്യാൻസൽ ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി 2 ആണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്തു അത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ തന്നിട്ടുള്ളത്? ax² + bx + c = 0 ഹാസ് നോ റിയൽ റൂട്ട്സ്. നമുക്ക് അറിയാം കണ്ടീഷൻ എന്താ? ഡിസ്ക്രിമിനന്റിന്റെ കണ്ടീഷൻ വെച്ചിട്ട് പറയാം. ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0, ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു 0, ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0. ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ഉണ്ട്, ഈക്വൽ ടു 0 ആണെങ്കിൽ ഈക്വൽ റൂട്ട്സ് ആണ്, ലെസ് ദാൻ 0 ആകുമ്പോഴാണ് നമുക്ക് കോംപ്ലക്സ് റൂട്ട്സ് വരുന്നത്, റിയൽ റൂട്ട്സ് വരാത്തത്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c ഹാസ് നോ റിയൽ റൂട്ട്സ്. റിയൽ റൂട്ട്സ് ഇല്ലാത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 ആണ്. ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത് b² - 4ac ആണ്. അപ്പൊ b² - 4ac ലെസ് ദാൻ 0 വരണം. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ മാക്സിമം നമ്പർ ഓഫ് റൂട്ട്സ് ഫോർ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് പവർ 2 വരുന്ന ടൈപ്പ് ഓഫ് ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മാക്സിമം നമ്പർ ഓഫ് റൂട്ട്സ് എത്രയാണ്? 2 ആണ്. 2ന് കൂടുതൽ വരുമോ? ഇല്ല. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 2 ആണ്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ആർക്കാണോ സോൾവ് ചെയ്യാൻ പറ്റുന്നത് അവരായിരിക്കും അല്ലേ ആദ്യ റാങ്കിൽ എത്തുന്നത്. അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ഷോർട്ട് കട്ടുകളൊക്കെ നിങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കറിയാം റൂട്ട്സ് റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ നമ്മൾ പറഞ്ഞു ആൽഫ ആൻഡ് ബീറ്റ ആണ്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന സം ഓഫ് റൂട്ടും ആൽഫ ബീറ്റ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ആണ്. അപ്പൊ സം ഓഫ് റൂട്ടും പ്രോഡക്റ്റ് ഓഫ് റൂട്ടും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളടുത്ത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കാണാൻ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്, അല്ലെങ്കിൽ 1/α + 1/β അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഫോർമുലാസ് ഒന്ന് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും തന്നിട്ട് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ s² - 2p ചെയ്താൽ മതി. s എന്ന് പറയുന്ന സമ്മും p എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ചെയ്യാൻ s³ - 3sp. ഇനി 1/α + 1/β കണ്ടുപിടിക്കാൻ സം ബൈ പ്രോഡക്റ്റ് ചെയ്താൽ മതി. 1/α² + 1/β² ആണെങ്കിൽ s² - 2p ഡിവൈഡ് ബൈ p², ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ s² - 4p ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ തന്നിട്ടുണ്ട്, ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും തന്നിട്ടുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ 6 എന്നും ആൽഫ ബീറ്റ 8 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ വളരെ എളുപ്പത്തിൽ ഇപ്പൊ പറഞ്ഞ ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിച്ചൂടെ? s² - 2p ചെയ്താൽ മതിയല്ലോ. അപ്പൊ s തന്നിട്ടുണ്ട് 36 എന്നും p തന്നിട്ടുണ്ട് 8 എന്നും. അപ്പം s² - 2p ചെയ്യുമ്പോൾ 36 - 16 = 20 എന്ന് കിട്ടും. അപ്പം ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇഫ് വൺ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് കെ ഈക്വൽ ടു 0 ഇസ് ഡബിൾ ദി അതർ, ഒരു റൂട്ടിന്റെ ഡബിൾ ആണ് അടുത്ത റൂട്ട്, അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മുടെ ആദ്യത്തെ റൂട്ട് നമ്മൾ ആൽഫ ആയിട്ട് എടുത്തു, അതിന്റെ ഡബിൾ ആണ് എന്ത് അടുത്ത റൂട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുവാ കണ്ടുപിടിക്കേണ്ടത്, ഇതിന്റെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ സം ഓഫ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ് ആൽഫ പ്ലസ് 2 ആൽഫ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം 5 എന്ന് പറയാം. അപ്പൊ 3 ആൽഫ ഈക്വൽ ടു 5, ആൽഫയുടെ വാല്യൂ നമുക്ക് 5/3 എന്നും കിട്ടി. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് പറയുമ്പോൾ 2 ആൽഫ സ്ക്വയർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കെയുടെ വാല്യൂയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അപ്പൊ 2 ആൽഫ സ്ക്വയർ ഈക്വൽ ടു കെ എന്ന് വരും. ആൽഫയുടെ വാല്യൂ 5/3 ആണ്. അപ്പൊ 2 ആൽഫ സ്ക്വയർ ഈക്വൽ ടു എന്താണ് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 അല്ലേ. അപ്പൊ നമുക്ക് സം എത്രയാണ്, ആൽഫ പ്ലസ് 2 ആൽഫ എത്രയെന്ന് കിട്ടി, മൈനസ് 5 എന്ന് കിട്ടി. അപ്പൊ 3 ആൽഫ ഈക്വൽ ടു 5, ആൽഫ 5/3 എന്നും കിട്ടി. ഇനി നിങ്ങൾക്ക് എന്താ 2 ആൽഫ സ്ക്വയർ, ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 5/3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു കെ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, കെയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 2 ആൽഫ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 × 25/9 ദാറ്റ് ഈസ് 50/9 ആണ് കറക്റ്റ് ആൻസർ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5.56, നിയറസ്റ്റ് ഇന്റിജർ ഈ ഓപ്ഷനിലുള്ളതനുസരിച്ചിട്ടാണെങ്കിൽ 6 വരും. ഇത്രയുമാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തടുത്ത ടോപ്പിക്കുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യും.